ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു കുഞ്ഞിക്ക വീഡിയോ ആയിട്ടാണ് വന്നത്. ഇതൊക്കെയാണ് എൻ്റെ പൂക്കളുണ്ടാകുന്ന ചെടികളെ. പൂക്കൾ എന്ന് പറയാൻ ഒത്തിരി പൂക്കളോ ഭയങ്കര വില കൂടിയ പൂക്കളോ ഒന്നുമില്ല കേട്ടോ. എല്ലാം സാധാരണയായിട്ട് ഒക്കെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ചെടികളേ ഉള്ളൂ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര സമാധാനം തരുന്ന ഒന്നാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ 10 മണിയും ഈ നമ്മുടെ നാട്ടു റോസയും ഒക്കെ ഇത് ഞാനേ കറിവേപ്പിലയില്ല കേട്ടോ. അപ്പം കറിവേപ്പ് നട്ടിരിക്കുകയാണ്. ഇത് കാറിൻ്റെ ടയറ് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് നേരത്തെ വെച്ചതാണ് കേട്ടോ. അതിനകത്തൊന്നും നട്ടില്ല. അപ്പം ഞാൻ ഈ കറിവേപ്പ് ചെറുതായിരുന്നു, അതിപ്പം പൊട്ടി മുളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇത് ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. 80 രൂപയ്ക്ക് വാങ്ങിയതാണ്. ചെറുപ്പത്തിൽ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇത് വലുതായി പൂക്കൾ എപ്പോഴും വരും കേട്ടോ. എപ്പോഴും പൂവിടുന്ന ഒരു ചെടിയാണിത്. പേരൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങി കൂട്ടുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാടൻ റോസയും നാടൻ മുല്ലയും ഒക്കെ ഉണ്ടെങ്കിൽ അതും മതി നമുക്ക് സന്തോഷിക്കാൻ, അല്ലേ? ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പൂക്കളുള്ള ചെടികളാണ്. കുറേ വർഷമായിട്ട് ഇത് ഞാൻ വളർത്തുവാണ്. എപ്പോഴും പൂവുണ്ടാകും കേട്ടോ. വെട്ടിയൊക്കെ നിർത്തിയാലേ ചെടികളിൽ പൂവിടത്തുള്ളേ. അങ്ങനെ ഒത്തിരി പൈസ ചിലവാക്കി ഒന്നും ഞാനൊരു ചെടികളും നട്ട് പിടിപ്പിച്ച് ഭയങ്കര മനോഹരമാക്കി വെക്കാനുള്ള സമയവും ഈ ജിംബ്രൂട്ടൻ അതിനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ചെടികളൊക്കെ അങ്ങനെ വേണം, ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടവുമാണ്. ഇപ്പം ഇതൊക്കെ കണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഞാൻ എന്തോ ചെടികൾ വെച്ചാലും അതിൻ്റെ പുറകെ ഓടി വന്ന് നമ്മുടെ കുഞ്ഞിച്ചെറുക്കനെല്ലാം കളയും. എങ്ങനെയൊക്കെ എടുത്ത് വെച്ചാലും അത് കളയും. അപ്പോൾ നമ്മുടെ പെണ്ണായിരുന്നപ്പം, കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ കളയത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ ചെറുക്കനെല്ലാം വലിച്ച് താഴെ കളയും. അപ്പോൾ അത് കാരണം കൂടുതൽ ഇതിനൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരു ചെമ്പരത്തി ആയാലും മതി, നല്ല വെയിലത്ത് നിന്നാൽ നിറയെ പൂക്കളുണ്ടാകും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമായിരിക്കും കേട്ടോ. ഈ ചെടികളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി, ഇത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, ഒരു ചെമ്പരത്തിയുടെ കമ്പായാലും ആരെങ്കിലും തരുന്നവരുണ്ടെങ്കിൽ മേടിച്ച് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ചും പൂവുണ്ടാകും. അതുപോലെ തന്നെ ഈ നാടൻ റോസയൊക്കെ ആരെങ്കിലുമൊക്കെ കമ്പ് തന്ന് നമ്മൾ നട്ട് പിടിപ്പിച്ചാൽ മതി, നിറയെ പൂക്കളുണ്ടായിരിക്കും. അതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണമെന്നൊന്നുമില്ല. പൈസ ഇല്ലാത്തവരാണെങ്കിൽ അവിടെ നിന്ന് നിന്നൊക്കെ ചോദിച്ച് ആരെങ്കിലുമൊക്കെ തരാതിരിക്കത്തില്ല. തരുന്നവരോട് ചോദിക്കണം കേട്ടോ. ഇത് ഞാൻ പൂവുള്ള ചെടിയല്ല, ഇലച്ചെടിയാണ്. പക്ഷേ ഇത് കാണിച്ചെന്ന് പറഞ്ഞാലേ, ഇതിൻ്റെ അടിവശമൊക്കെ ഈ നിലം, അതായത് മണ്ണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ പന്നിയെലിയുടെ ശല്യം ഉണ്ടെന്ന്. ആ പന്നിയെലി മൊത്തം കുഴിച്ച് പൊനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതായത് തറയിൽ മണ്ണിൽ ചെടി നട്ടാൽ ഒന്നും പിടിച്ച് കിട്ടാൻ വലിയ പാടെന്ന് പറഞ്ഞത് കണ്ടോ. ഇതൊക്കെയാണ് പന്നിയെലിയുടെ പണികൾ. ചെടി വെച്ചേക്കുന്നതിൻ്റെ ഇടവശമൊക്കെയാണ് എല്ലായിടും ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുക. അത് കാരണം നമ്മൾ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ഭംഗി കാണത്തില്ല. ഒരാഴ്ച ഭംഗിയായിട്ടിരിക്കും, പിറ്റേ ദിവസം ഇങ്ങനെ മണ്ണിങ്ങനെ എലി മാന്തി ഇങ്ങനെയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഗാർഡനിൽ ചെയ്യുന്ന കാണുമ്പം നമുക്കും അതിനുവേണ്ടി ഇപ്പം പൈസ പോയാലും എനിക്കതൊരു വിഷമമായിട്ട് തോന്നില്ല. എല്ലാവർക്കും അതൊക്കെ ഒരിഷ്ടമുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിലിരിക്കുന്ന ചെടികളും കുഞ്ഞി ചെടികളും അതിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര മനസ്സമാധാനം തരുന്നതും എല്ലാ സന്തോഷത്തിൻ്റെ കാരണം ഈ ചെടിയൊക്കെ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഈ ചെടികളുടെ അടുത്ത് വന്നൊന്ന് ചുമ്മാ നിന്നാൽ മതി കേട്ടോ. പ്രത്യേക തരം ഒരു മനസ്സമാധാനം അത് തന്നെ.